എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രൗൺ ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. ബ്രൗൺ കളറിലുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ കേക്കാണ്. ഇത് ടീ കേക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കണം. നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന വിനീഗർ 1/2 ടീസ്പൂണിൽ കൂടിപ്പോയാലും കുഴപ്പമില്ല. ഞാൻ എടുത്തപ്പോൾ കുറച്ചൊന്ന് എക്സ്ട്രാ അതിൽ വീണിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്. 125 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട. ഇനി നമുക്ക് 1 കപ്പ് മൈദ വേണം. അതുപോലെ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബട്ടർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലെൻഡറോ എടുക്കാമെന്നാണ്. റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പം ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം. ബ്രൗൺ ഷുഗർ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. ഞാൻ പൊടിക്കാതെ തന്നെ ചേർത്തുകൊണ്ട് കുറച്ച് സമയം എടുത്തു ഇത് മിക്സ് ആകാനായിട്ട്. ഇതിലേക്ക് 2 മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ബട്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മുട്ട ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകും. അത് കുഴപ്പമില്ല. മുട്ടയുടെ ആ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ അവസാനം ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർക്കാം. ബട്ടർ മിൽക്ക് ചേർക്കുമ്പം ഇത് ചെറുതായിട്ടൊന്ന് പിരിയുന്ന പോലെ തോന്നും, പക്ഷേ അത് ബേക്ക് ആകുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള പാത്രങ്ങൾ എടുക്കാം. ഞാനിവിടെ ചെറിയൊരു ലഞ്ച് ബോക്സിൻ്റെ പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബാറ്ററെല്ലാം ഇട്ട് കൊടുത്തിട്ട് പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ക്യൂർ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാൻ ചൂടോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തത്. ഒരു ബ്രൗൺ ഷുഗറൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇതിൻ്റെ ഔട്ടർ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. പിന്നെ ഇത് ചൂടോട് കൂടി കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ച് നേരം ഇരുന്ന് ഒരു അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്